നിലമ്പൂരിൽ എം സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിന് വോട്ട് കിട്ടിയില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. പ്രാദേശിക ബന്ധമുള്ളവരെ ഒഴിവാക്കി CPM നേതാക്കൾ പ്രചാരണ ചുമതല ഏറ്റെടുത്തെങ്കിലും CPI എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PP സുനീറാണ് വിഷയം എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ CPI മലപ്പുറം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. ബിഗ് ബ്രേക്ക്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ഇന്നലെ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രാഥമിക അവലോകനം നടന്നത്. ആഴത്തിൽ പഠിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ വിലയിരുത്തൽ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടായി മാറിയില്ല എന്നാണ്. LDFിൻ്റെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും അധികമായി പിടിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PP സുനീർ MP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അധികമായി വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ നിലമ്പൂരിൽ ജയിക്കേണ്ടത് LDFിൻ്റെ അടിസ്ഥാന അപ്പുറത്തേക്കുള്ള കടന്നുള്ള വോട്ട് പിടിക്കുമ്പോഴാണ്. എന്നാൽ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് അത് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അവിടെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ് PP സുനീർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടൊപ്പം തന്നെ CPIഎമ്മിൻ്റെയും മറ്റും പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോ പഞ്ചായത്തും മറ്റും കേന്ദ്രീകരിച്ച് ഈ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വന്നതും തിരിച്ചടിയായോ എന്ന സംശയവും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കപ്പെട്ടു. കാരണം പ്രാദേശിക ബന്ധമുള്ള നേതാക്കളെ മാറ്റി നിർത്തി പുറത്തുനിന്ന് വന്ന നേതാക്കൾ പ്രചരണരംഗം കൈയടക്കിയപ്പോൾ ജനങ്ങളുമായി ബന്ധമുള്ളവരുടെ അഭാവം അവിടെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക തലത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം വിജയിച്ചു എന്ന സംശയമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. ഇതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന കാര്യത്തിലും CPIക്ക് ആശയക്കുഴപ്പമുണ്ട്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നെങ്കിൽ ആ വോട്ടുകളെല്ലാം UDFിനാണ് ലഭിക്കേണ്ടത്. എന്നാൽ UDFിന് 11,000-ൽ പരം വോട്ടുകൾ മാത്രമാണുള്ളത്. എന്നാൽ 20,000-ത്തോളം അടുത്ത വോട്ടുകൾ PV അൻവറിലേക്ക് പോയി. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച ഇനി CPI എക്സിക്യൂട്ടീവിൽ നടന്ന് അതിനുശേഷമായിരിക്കും നിലമ്പൂരിൽ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ CPI കൃത്യമായി നിലപാട് പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. എന്തായാലും വലിയ കൂട്ടലും കിഴിക്കലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ CPIൻ്റെ നേതൃത്വ പാഠവും കൊണ്ട് ഗുണമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പ്രവർത്തകർ തന്നെ കുറ്റസമ്മതം നടത്തുന്നു. ഇനി കാലാവസ്ഥാ കാര്യമാണ്. സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത.